പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബീട്രൂട്ട് തോരനാണ്. എന്ന് വെച്ച് ബീട്രൂട്ട് മാത്രമുള്ള തോരനല്ല കേട്ടോ, ഒരു വെറൈറ്റി ബീട്രൂട്ട് തോരനാണ്. ബീട്രൂട്ടും വൻപയറും കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ തോരൻ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അതിനു മുൻപ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ബീട്രൂട്ട് തോരന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, വൻപയർ വേവിച്ചത് ഒരു ബൗള്, ഒരു ബൗള് തേങ്ങ ചിരകിയത്, 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, 2 പച്ചമുളക് അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, പിന്നെ ഉപ്പ്, കടുക്, വെളിച്ചെണ്ണ, ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ബീട്രൂട്ട് തോരന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് തോരനൊന്നും ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് തോരൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഈ പാനിലേക്ക് ഞാൻ 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാമേ. ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് കൂടെ ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു മഞ്ഞൾപ്പൊടിയുടെ കാര്യം, സോറി. മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാമേ. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിന് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നുമില്ല. ഈ ബീട്രൂട്ടിലൊക്കെ ആവശ്യത്തിന് വെള്ളമുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ ഇത് ഒന്ന് ചെറുതീയിൽ നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. പയർ ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട, പയർ ലാസ്റ്റിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പയർ ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചതാണ്. അത് കാരണം ഈ ബീട്രൂട്ടും ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പയർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. ബീട്രൂട്ടൊക്കെ വെന്തോന്നും നോക്കാം. ബീട്രൂട്ടൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെന്ത് വെച്ചിരിക്കുന്ന വൻപയറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
വൻപയർ വേവിക്കുമ്പോൾ ഒത്തിരി വെന്ത് പോകാൻ പാടില്ല. ഒത്തിരി വെന്താൽ അതങ്ങ് കുഴഞ്ഞു പോകും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വൻപയർ വേവിച്ചപ്പോൾ ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതായിരുന്നു. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ചെറുതീയിൽ ഒരു 3 മിനിറ്റത്തേക്കിന് ചെറുതീയിലിട്ട് വേവിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തോരന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ബീട്രൂട്ട് വൻപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബീട്രൂട്ട് വൻപയർ തോരൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആണ്. അപ്പോൾ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ.